ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈശോയുടെ നാമത്തിൽ നല്ല ഒരു ദിവസം നിനക്ക് ഞാൻ നേരുകയാണ്. ഈശോയിലേക്ക് തന്നെ ആയിരിക്കട്ടെ നിൻ്റെ ജീവിതം. ഇന്ന് നമ്മൾ വചനത്തിൽ കാണുവാനായിട്ട് പോകുക ഈ ഈശോയുടെ അനുഭവം കിട്ടിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അത് സക്കേവൂസാണ്. സക്കേവൂസ് ഈശോയുടെ അനുഭവം കിട്ടാൻ വേണ്ടി അവൻ ഈശോയെ അതിയായിട്ട് ആഗ്രഹിച്ച രംഗമുണ്ട്. അതിനുവേണ്ടി അവൻ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. സുവിശേഷം ഇപ്രകാരം പറയുക. വിശുദ്ധ ലൂക്കാ രചിച്ച സുവിശേഷം 19 അധ്യായം 4 വാക്യം. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവൻ യേശുവിന് മുമ്പേ ഓടി യേശുവിനെ കാണാൻ തക്ക രീതിയിൽ ഒരു മരത്തിൽ കയറുന്നു. അവനൊരു പൊക്കം കുറവായിരുന്നു. അതിനെയും അവൻ്റെ കുറവുകളെയും തരണം ചെയ്തുകൊണ്ട് അവനൊരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. എന്നിട്ട് പറയുകയാണ് യേശു അതിലെയാണ് പോകാനിരുന്നത്. ചുരുക്കത്തിൽ അവന് കിട്ടിയ ദൈവാനുഭവത്തിൻ്റെ കാരണം യേശു വരാൻ സാധ്യതയുള്ള മേഖലകളിലേക്ക് അവന് സാധിക്കുന്ന രീതിയിലെല്ലാം അവൻ ഒരുങ്ങി എന്നുള്ളതാണ്. നീ ദൈവാനുഭവത്തിന് വേണ്ടി കൊതിക്കുന്നില്ലേ? നിനക്ക് ജീവിതത്തെ ഒന്ന് ധന്യമാക്കി തീർക്കണം എന്നൊക്കെയില്ലേ? ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഈ സക്കേവൂസ് ചെയ്തപോലെ യേശു വരാൻ സാധ്യതയുള്ള മേഖലകളിലേക്ക് ജീവിതത്തെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഒപ്പം യേശുവിനെ കാണാൻ തക്ക രീതിയിൽ നിനക്ക് സാധിക്കുന്നതെല്ലാം നീ ജീവിതത്തിലേക്ക് ചെയ്യണം. തീർച്ചയായിട്ടും ദൈവാനുഭവം ഉണ്ടാവും. നിനക്കതുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ചേർത്ത് പിടിക്കാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. പക്ഷേ നിൻ്റെ ഒരു അനുഭവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി നന്നായിട്ടൊന്ന് ഒരുങ്ങാൻ, സാധിക്കുന്ന രീതിയിലൊക്കെ ഒരുങ്ങാൻ, നിൻ്റെ അനുഭവം കിട്ടുന്ന വഴികളിലേക്ക് തിരിയുവാനായിട്ട് ഈ വ്യക്തിയെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം നിൻ്റെ നാമത്തിൽ അനുഗ്രഹീതമായി തീരട്ടെ. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും ഈ വ്യക്തിക്കും പ്രിയപ്പെട്ടവർക്കും സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന